ഞാൻ ഡോക്ടർ കവിത, സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്ററ്റിക്സ്, നയൽ ഹോസ്പിറ്റൽ, കൈപ്പറമ്പ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഒരു കുട്ടി 13-14 വയസ്സ് തൊട്ട് ഋതുമതി ആവുന്നത് തൊട്ട് ആർത്തവവിരാമം വരെയുള്ള കാലഘട്ടത്തിൽ ചിലപ്പോൾ അതിന് ശേഷവും ഈ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട്. ഋതുമതി ആവുന്ന സമയത്ത് ബ്ലീഡിങ് കൂടുതലായിട്ടുണ്ടാവുന്ന പ്യൂബേർട്ടി മെനറേജിയ എന്ന് പറയും. അതിൻ്റെ സമയത്ത് കൂടുതലാവാൻ കാരണവും ഇറഗുലാരിറ്റി എല്ലാം ഉണ്ടാവുന്നത് ഹോർമോണൽ ഇംബാലൻസ്, അതായത് നമ്മളുടെ തലച്ചോറും അണ്ടാശയവും ഗർഭപാത്രവും തമ്മിലുള്ള ഹോർമോണൽ ഇംബാലൻസ് ഒന്ന് കറക്റ്റ് ആവുന്നത് വരെ, പക്വത എത്തുന്നത് വരെ കുറച്ച് ബ്ലീഡിങ് കൂടുതലൊക്കെ ഉണ്ടാവുന്നതാണ്. സാധാരണമാണ്, പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ അതോടൊപ്പം തന്നെ തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങളിലും അതുണ്ടാവും എന്നുള്ളത് കൊണ്ട് നമ്മൾ തൈറോയ്ഡിൻ്റെ പ്രശ്നമുണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി ഹോർമോൺ മരുന്നുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല. എന്നാൽ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഉള്ള ആളുകൾക്ക് ബ്ലീഡിങ് കൂടുതലായിട്ടുണ്ടാവുന്നത്, അതായത് അതിൻ്റെ സൈക്കിൾ ലെങ്ത്തിന് വ്യത്യാസം വരുന്നതാവാം, അല്ലെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ എമൗണ്ട് വ്യത്യാസം വരുന്നതാവാം, അല്ലെങ്കിൽ വേദനകൾ കൊണ്ടുവരുന്നതാവാം, എല്ലാം വരുന്നതിന് നമ്മൾ ആദ്യം തന്നെ റൂൾ ഔട്ട് ചെയ്യേണ്ടത് പ്രഗ്നൻസി അസോസിയേറ്റഡ് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ചിലപ്പോൾ ബ്ലീഡിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ആദ്യം മുന്നേ ഉണ്ടായ പ്രഗ്നൻസി അബോർഷനായി പോകുന്നതിൻ്റെ ഭാഗമാകാം, ട്യൂബിലുള്ള പ്രഗ്നൻസി ബ്ലീഡിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമാകാം. അതുകൊണ്ട് എപ്പോഴും റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ലേഡി ഇറഗുലർ പീരീഡ്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസി അസോസിയേറ്റഡ് കോംപ്ലിക്കേഷൻസ് അല്ല എന്ന് ആദ്യം റൂൾ ഔട്ട് ചെയ്യുന്നു. അതിനുശേഷം പല കാരണങ്ങൾ, എന്താണ് ഇതിന് കാരണം, ഈ ബ്ലീഡിങ് കൂടുതലായി വരാനോ അല്ലെങ്കിൽ ഇറഗുലർ ആവാനോ കാരണം എന്നുള്ളത് നമ്മൾ സ്കാനിങ് വഴിയും ബാക്കിയുള്ള ടെസ്റ്റുകൾ വഴിയും കണ്ടുപിടിക്കുന്നു. ഗർഭപാത്രത്തിൻ്റെയും ഗർഭാശയമുഖത്തും ഉണ്ടാകുന്ന ദശകൾ, അല്ലെങ്കിൽ അഡിനോമയോസിസ് എന്ന് പറയുന്ന അസുഖം, അതായത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലത്തെ ആവരണം ഗർഭാശയ ഭിത്തിയിലേക്കും കൂടെ വ്യാപിക്കുന്ന അഡിനോമയോസിസ് എന്ന് പറയുന്ന അസുഖം, അതല്ലെങ്കിൽ ഫൈബ്രോയിഡ്, ഏറ്റവും കൂടുതലായിട്ട് ലേഡികളിൽ കാണുന്നതാണ് ഫൈബ്രോയിഡ് എന്നുള്ള മുഴകൾ, ഗർഭപാത്രത്തിലുള്ള മുഴകൾ. അതിൻ്റെ തന്നെ പ്രസൻസ് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന മുഴകളാണോ, ഗർഭാശയ ഭിത്തിയിലുള്ള മുഴകളാണോ, അതോ ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മുഴകളാണോ, ഇതിനനുസരിച്ചിട്ട് സിംറ്റംസ് വ്യത്യാസം വരും, ബ്ലീഡിങ്ങിൻ്റെ അളവിന് വ്യത്യാസം വരും, എമൗണ്ടിനും വ്യത്യാസം വരുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതാണ് നമുക്ക് ഏറ്റവും പേടിയുള്ള കാര്യം, ക്യാൻസർ. ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലെയും ഗർഭാശയമുഖത്തെയും ക്യാൻസറുകളും ഇതുപോലെ ബ്ലീഡിങ്ങിൻ്റെ അബ്നോമാലിറ്റീസ് ഉണ്ടാക്കുന്നതാണ്. ഇതെല്ലാം ഒരു സ്ട്രക്ചറൽ അബ്നോമാലിറ്റീസ് ഓഫ് യൂട്രസ് എന്ന് പറയാം. ഇതെല്ലാം നമുക്ക് സർജിക്കൽ മെത്തേഡ് വഴി കറക്റ്റ് ചെയ്യാവുന്ന അസുഖങ്ങളാണ്. എന്നാൽ ഇനി അത് രക്തത്തിൽ തന്നെ രക്തം കട്ട പിടിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന അസുഖങ്ങൾക്കും ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട്, അണ്ടാശയത്തിലെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും, അതുപോലെ തന്നെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലത്തെ ലെയറിൻ്റെ ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ടും, ചിലപ്പോൾ മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ടും, ഡോക്ടേഴ്സ് കൊടുക്കുന്ന മരുന്നുകൾ കൃത്യ അളവിൽ കഴിക്കാത്തത് കൊണ്ടോ, അതല്ല പറഞ്ഞത് മനസ്സിലാവാതെ തെറ്റി കഴിക്കുന്നത് കൊണ്ടോ ഉണ്ടാവുന്ന ബ്ലീഡിങ്ങുകളും, നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബ്ലീഡിങ്ങുകളും എല്ലാം ഈ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്ങിൻ്റെ ഗണത്തിൽ പെടുന്നതാണ്. ഇതിനെല്ലാം എന്താണ് കാരണം, ഈ ബ്ലീഡിങ് ഉണ്ടാവാൻ എന്താണ് കാരണം എന്നുള്ളത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് ഉള്ളു പരിശോധിക്കുകയും സ്കാൻ ചെയ്യുകയും ചെയ്തതിന് ശേഷം, കാരണം കണ്ടുപിടിച്ചതിന് ശേഷം അതിനനുസരിച്ചുള്ള കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുള്ള ദശകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സ്കാനിലൂടെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഹിസ്റ്റോസ്കോപ്പി പോലുള്ള ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് അടിച്ച് നോക്കുന്ന ടെസ്റ്റുകൾ ചെയ്ത് ആ ദശ എടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നത് വഴി നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അഡിനോമയോസിസ് പോലുള്ള അസുഖങ്ങൾക്കാണെങ്കിൽ ഹോർമോൺ ഉള്ള കോപ്പർട്ടി പോലുള്ള ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നതും, അതുപോലെ തന്നെ ഹോർമോണിൻ്റെ ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ ഗുളികകൾ കഴിക്കുന്നത് വഴി അഡിനോമയോസിസ് നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. ഫൈബ്രോയിഡ് യൂട്രസ് എന്നുള്ളത് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്നിലൂടെ അത് മാറ്റുന്നതിന് ബുദ്ധിമുട്ടാണ്. ഹിസ്റ്റോസ്കോപ്പി വഴി അത് സർജിക്കൽ റിമൂവൽ തന്നെ ആവശ്യം വരും. എന്നാൽ ഗർഭാശയ ഭിത്തിയിലുള്ളതോ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതോ ആയ മുഴകൾ നമുക്ക് മരുന്നിലൂടെയോ സർജറിയിലൂടെയോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിലേക്ക് പോകുന്ന രക്തക്കുഴൽ അടയ്ക്കുന്ന യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ വഴിയോ ഇഞ്ചെക്ഷൻസ് വഴിയോ ഈ പറയുന്ന LNG മിറീന എന്ന് പറയുന്ന, അതായത് യൂട്രസിൻ്റെ ഉള്ളിലിടുന്ന ലിയോനോർജസ്ട്രലുള്ള കോപ്പർട്ടി പോലുള്ള ഡിവൈസസ് വഴിയോ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്.
ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്രായത്തിലും ഓരോ എൻഡോമെട്രിയൽ തിക്നെസ് ആണ് കട്ട് ഓഫ് പറയുന്നത്. റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളാണെങ്കിൽ 12 മില്ലിമീറ്റർ കൂടുതൽ യൂട്രസിൻ്റെ ഉള്ളിലത്തെ ലെയറിന് കട്ടി കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ച് അതിൽ ക്യാൻസർ പോലുള്ള ചേഞ്ചുകളോ പ്രീ മാലിഗ്നന്റ് കണ്ടീഷൻസോ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഹോർമോൺ ഗുളികൾ സ്റ്റാർട്ട് ചെയ്യുക. പ്രീ മെനോപോസൽ ഏജ് ഗ്രൂപ്പിലും മെനോപോസൽ ഏജ് ഗ്രൂപ്പിലും ഇതുപോലെ തന്നെ തിക്നെസ്സിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം. മാസക്കുളി കഴിഞ്ഞുള്ള ഒരാളാണെങ്കിൽ 4 മില്ലിമീറ്ററിനേക്കാൾ കൂടുതൽ തിക്നെസ് കൂടുതലുണ്ട് സ്കാനിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ എൻഡോമെട്രിയൽ സാമ്പിളിംഗ് ചെയ്യേണ്ടതും അതിനനുസരിച്ചുള്ള ചികിത്സ ചെയ്യേണ്ടതും ആവശ്യമാണ്. ബാക്കി കൊയാഗുലോപ്പതി ബാക്കി ഉള്ള മെഡിക്കൽ കണ്ടീഷൻസിലെല്ലാം മരുന്നുകൾ കൊണ്ട് നമുക്ക് ചികിത്സകൾ ചെയ്യാവുന്നതാണ്.